പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. അടൂരും പരിസര പ്രദേശങ്ങളിലും കേന്ദ്രീകരിച്ച് വാഹന മാഫിയ പിടിമുറുക്കുകയാണ്. അടൂരിൽ കഴിഞ്ഞ കുറേ നാളുകളായി അടൂരിൻ്റെ ഗവൺമെൻറ് ഹോസ്പിറ്റലും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുമായി നിരവധിയായ ബൈക്ക് ഇത്തരത്തിലുള്ള ആളുകൾ മോഷ്ടിച്ചുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളാണ് അടൂർ പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വണ്ടി റെൻറ്റിനെടുത്തുകൊണ്ട് ആ വാഹനം മറ്റ് ആളുകൾക്ക് മറിച്ചു വയ്ക്കുകയും അത് പൊളിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു മാഫിയ ഇപ്പോൾ അടൂരിൽ പ്രവർത്തിച്ചു വരികയാണ്. കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പാണ് തുമ്പോൺ സ്വദേശിയായ സുരേഷിൻ്റെ ഇന്ന് വാഹനം റെൻറ്റിനെടുക്കുകയും അത് 80,000 രൂപ വാങ്ങിയിട്ട് പഴകുളം സ്വദേശിയായ നന്ദു എന്ന വ്യക്തി ഓയൂരിലുള്ള അൽ അമീൻ എന്ന വ്യക്തിക്ക് മറിച്ചു കൊടുക്കുകയും ആ അൽ അമീൻ ഓയൂരിന് കിഴക്ക് ഭാഗത്തുള്ള അമ്പലമുക്ക് ജംഗ്ഷൻ സമീപമുള്ള മറ്റൊരു വ്യക്തിക്ക് ആ വാഹനം വിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് അടൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അടൂർ പോലീസ് ശക്തമായ അന്വേഷണം നടത്തി പ്രതിയായ നന്ദുവിനെ കൊണ്ടുവരികയും നന്ദുവിൻ്റെ കൂട്ടാളിയായ വിഷ്ണു പോലീസ് സ്റ്റേഷനിൽ ഹാജരായ ശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇവിടെ നിന്നും പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞെന്നുമാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടൂർ പോലീസ് നന്ദുവിനെയും കൂട്ടി ഓയൂർ ചെല്ലുകയും അമ്പലമുക്കിൽ നിന്നും ഈ വാഹനം ഇപ്പോൾ ഇവിടെ അടൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വാഹന ഉടമയുടെ പ്രതികരണത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ചേട്ടാ, ഇപ്പം ചേട്ടൻ്റെ വാഹനമാണ് ഇപ്പോൾ ഓയൂർ പോയി റിക്കവർ ചെയ്തുകൊണ്ട് വന്നത്. അതെ അതെ. ഓക്കെ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അത് എനിക്ക് ചെറിയ ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇച്ചിരി പൈസയുടെ ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്തായിട്ട് ഞാൻ ബന്ധപ്പെട്ട് പരിചയത്തിൻ്റെ പേരിൽ അങ്ങോട്ട് കൊടുത്താണ്. അപ്പോൾ അത് അവരിങ്ങോട്ട് എനിക്ക് ശകലം പൈസ തന്നായിരുന്നു. ആ പൈസയ്ക്ക് അപ്പോൾ അവർ പറഞ്ഞു വണ്ടി ഇങ്ങോട്ട് തരാമെങ്കിൽ ഞങ്ങളൊന്ന് ഉപയോഗിച്ചോട്ടെന്ന് ചോദിച്ചു, ഉപയോഗിച്ചോളാൻ പറഞ്ഞു. അപ്പം തന്ന പൈസ എപ്പോൾ തന്നാലും തിരിച്ച് വണ്ടി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പൈസ കൊണ്ട് ചെന്ന സമയത്ത് എനിക്ക് വണ്ടി തന്നില്ല. എന്നെ ഭീഷണിപ്പെടുത്തുകയും വണ്ടി വെച്ച് വില പേശുകയൊക്കെ ചെയ്തു. വണ്ടി വന്നിട്ട് അവർ കൈമറിഞ്ഞ് വണ്ടി റെൻറ്റിന് കൊടുക്കുകയോ മറ്റ് ഏതൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തു. അത് ഞാൻ അങ്ങനെ അറിയാൻ ഇടവന്ന സമയത്ത് ഞാൻ പോലീസായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അടൂർ DYSPയും CSR എല്ലാം കൂടിയിട്ട് അങ്ങനെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഓയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വണ്ടി എടുത്തിട്ടുണ്ട്, സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല, ഇപ്പോൾ ഈ ഓയൂർ എന്തുവായിരുന്നു സംഭവം? ഓയൂർ എൻ്റെ വണ്ടി ഞാൻ കൊടുത്ത ആൾ ആ പുള്ളിക്കാരന് ഓയൂർ ഒരാൾക്ക് വണ്ടി ഞാൻ അറിയാൻ 1,00,000 മേളം കണ്ട് പൈസയ്ക്ക് കൊടുക്കുന്നതാണ്. അങ്ങനെ ഈ പ്രതിയെ കൊണ്ട് വണ്ടി അവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ എടുക്കാൻ ചെന്ന സമയത്താണ് ഈ സംഭവം ഞാൻ അറിയുന്നത്. വണ്ടി അങ്ങനെ മറ്റൊരാൾ കൈമാറി കൊടുത്തു. 1,20,000 രൂപ. 1,00,000 മേളിൽ പൈസ ഉണ്ടെന്നാണ് പറയുന്നത്. ചേട്ടൻ കൊടുത്തത് 80,000 രൂപ. 80,000 രൂപ. അവനത് 1,00,000 രൂപയ്ക്ക് മറ്റൊരാൾ കൊടുത്തു. അങ്ങനെ പല കൈ മറിഞ്ഞെന്നാണ് അറിയാനായിട്ട് പലയിടത്തായിട്ട് മറിഞ്ഞു പോയി. എന്നിട്ട് പല ബിസിനസ് വണ്ടിയിലൊക്കെ ചെയ്തെന്നൊക്കെ ഇങ്ങനെ അറിയാൻ. ചേട്ടൻ്റെ ഇപ്പോഴത്തെ നിലവിൽ ആ വണ്ടിയുടെ അവസ്ഥ എന്താ? വണ്ടി അത് ഭയങ്കര ദയനീയമാണ്. അത് ഒത്തിരി പണിയുണ്ട്. പൂപ്പ് മേളിൽ നല്ല കളറൊക്കെ ആയിരുന്നു വണ്ടി വൈറ്റ്. മേളിൽ നല്ല പൂപ്പ് പായൽ കയറി അടിച്ച് ഇങ്ങനെ വളഞ്ഞിട്ടുണ്ട്. വണ്ടി സൂക്ഷിച്ചിട്ടില്ല. ഉണ്ട്. പിന്നെ കറുത്ത ഗ്ലാസ്സാണ്, മൊത്തം ഒട്ടിച്ചേക്കുവാണ്. അതായത് ഗവൺമെൻറ് നിരോധിച്ച പേപ്പർ വെച്ച് അവർ ഒട്ടിച്ചു. ചേട്ടാ, ഞാൻ വേറെ കാര്യം ഇവിടെ ഇപ്പോൾ ഇങ്ങനൊരു സംഭവം, അതായത് ഈ വാഹനം കൊടുത്താൽ നമുക്ക് ക്യാഷ് കടമായിട്ട് തരുന്നൊരു മാഫിയ തന്നെ ഇപ്പം നിലവിലുണ്ടോ? ഉണ്ടെന്ന് പറയാം. ഇപ്പം കേട്ടറിവിൽ ഞാനത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കൂട്ടുകാരന് ഒരു സാധനം കൊടുക്കുമ്പോൾ നീ 2 ദിവസം വണ്ടി കൊണ്ട് താ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരു രീതിയിലാണ് നമ്മളിത് കൊടുത്തത്. പ്രത്യേകിച്ച് എഗ്രിമെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത്, പിന്നെ അവർ തന്ന പൈസയുടെ അവർ മാറി നിന്ന് അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. തെളിവ് അത് തരുന്നത് അത് തന്ന ആളൊന്നും അല്ല, ചെയ്ത വേറെ ആളുടെ കൂട്ടുകാർ. അത് നമുക്കറിയത്തില്ല. ഒന്നുമില്ല. 80,000 രൂപ തന്നു. ആ പൈസ തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ വണ്ടിയുടെ കണ്ടീഷൻ എഗ്രിമെന്റ് ഇല്ലാത്ത സ്ഥിതിക്ക് അവരിപ്പം പറയാ ചേട്ടൻ 2,00,000 വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇവർ എണ്ണി തരുന്നതിൻ്റെ ഇവരെ തന്നെ വീഡിയോ പോലീസ് സ്റ്റേഷനിൽ കാണിച്ചു, എല്ലാം കാണിച്ചു ഉണ്ട്. സംഭവം എൻ്റെ വണ്ടിക്ക് എൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് ബാക്കി അവർ തന്ന പൈസ തിരിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. മറ്റൊരാളുടെ പൈസ നമുക്ക് വേണ്ട. പിന്നെ അവരെന്നെ ഇത്രയും പൈസയും പോലീസും ഇങ്ങനെ സ്റ്റേഷനായിട്ട് കയറി ഇറക്കി എന്നെ ഒത്തിരി പൈസ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് നിൻ്റെ വണ്ടിയാണെങ്കിൽ നീ ഒന്ന് വാങ്ങിക്കണം എന്ന് പറയും, വാങ്ങിക്കുന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു, ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. ഇവന് ഒരുപാട് കേസുകളുണ്ട്, നമുക്കറിയത്തില്ലായിരുന്നു. പക്ഷെ നമ്മളൊരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ഓണത്തിന് പോയതാണ്. അന്നാണ് ഇവൻ്റെ രാത്രി അവരുടെ വീടിൻ്റെ സൈഡിൽ കൊണ്ട് പാർക്ക് ചെയ്ത് ഞങ്ങൾ പോയതാണ്. പക്ഷേ ഇവൻ ലഹരിയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരുത്തനാണ്. ഒരുപാട് കേസുകളുണ്ട്. പക്ഷേ ഇവനവിടെ കൊണ്ട് എന്തൊക്കെയോ ഉപയോഗിച്ചിട്ട് വന്നിട്ട് റോഡിൽ കിടന്ന വണ്ടിയാണ് തല്ലി പിടിച്ചിട്ട് പോയി അടൂർ കേസ് കൊടുത്തു. അതേപോലെ ഒരു 10,70,000 രൂപയുടെ വണ്ടിക്ക് നാശനഷ്ടം വെച്ചിട്ട് പോയതാണ്. അപ്പോഴാണ് ഞങ്ങൾ ഇവനെക്കുറിച്ച് തിരക്കും പറയുന്നത്. നാട്ടിൽ ഈ കഞ്ച കച്ചവടവും അതേപോലെ MDയും അങ്ങനെയുള്ള കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
അത് പിന്നീട് കൂടുതൽ തിരക്കിയപ്പോഴാണ് അറിയുന്നത് ഒരുപാട് വണ്ടി മോഷണ കേസ് കേരളത്തിൽ തന്നെ ഒരു 10-30 കേസുകളുണ്ട്. അടൂർ തിരക്കിയപ്പോൾ തന്നെ പറയുന്നു 26 കേസുകൾ അടൂർ തന്നെ ഉണ്ട്. അതിൽ ഞങ്ങൾ കുറേ പേരെ വിളിച്ചു, എല്ലാവരും തന്നെ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിന് ഞങ്ങൾക്കൊരു നീതി ലഭിക്കും, അതിനുവേണ്ടി മാത്രമേ ഞങ്ങൾ കേസ് കൊടുക്കുന്നതാണ്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ 10-26 കേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ കേസ് നിലവിലുണ്ട്. ഉണ്ട്. ഇത്രയും നാളായിട്ട് ഈ നന്ദു എന്ന് പറയുന്ന വ്യക്തി പോലീസ് അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയൊന്നും ചെയ്യും? സാറേ ചേട്ടാ, ഇതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഭീഷണിയാണ്, ഗുണ്ടായിസമാണ്, ആൾക്കാരെ കൊണ്ട് കൊട്ടേഷൻ കൊടുപ്പിക്കുകയാണ്. ഇപ്പോൾ ആ കിടക്കുന്ന ആൾട്ടോ തന്നെ എന്ന് വെച്ചാൽ ഒരു അച്ചാൻ്റെയാണ് മൂവാറ്റുപുഴ. ആ പുള്ളിക്കാരനെ അതിൻ്റെ വീട്ടിൽ കയറി കൊല്ലുമെന്നാണ് ഭീഷണിപ്പെടുന്നത്. ആ പുള്ളിക്കാരൻ അതുകൊണ്ടാണ് ആ വണ്ടി പോലും ഇറക്കാൻ പറ്റാത്തത്. ഒരു 4 ലക്ഷം രൂപ വില മതിക്കുന്ന സാധനമാണ്, നമ്മളന്നീ കളയുമോ? അപ്പോൾ പുള്ളി ജീവന് ഭയമുള്ളതുകൊണ്ട് പുള്ളി പേടിച്ചിട്ട് വരാത്തതാണ് കേസ് കൊടുക്കുന്നത്. അപ്പം ഈ പറയുന്ന ഈ നന്ദു എന്ന് പറയുന്ന വ്യക്തിയായിട്ട് ഈ ബന്ധമുള്ളവരെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നു. കാരണം വെച്ചാൽ അവൻ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു, മറിച്ച് വിൽക്കുന്നു, അല്ലെങ്കിൽ പൊളിച്ച് വിൽക്കുന്നു. ഈ മേട്ടുപ്പാളി അല്ലെങ്കിൽ ഇതേപോലെ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ബുക്കും പേപ്പറും ഇല്ലെങ്കിലും RC ഓണർ ഇല്ലെങ്കിലും വണ്ടികൾ പൊളിച്ച് വിൽക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആക്രി വിലയ്ക്ക് വിൽക്കുന്നു. കാരണം വെച്ചാൽ ഇവരെടുക്കുന്നതിലും കൂടുതൽ പൈസ കിട്ടും. അപ്പോൾ അവന് അതേ നോക്കുന്നുള്ളൂ. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് കേന്ദ്രങ്ങൾ ഉണ്ട്. അവനിവിടെ എല്ലാം കൊണ്ട് വെക്കും. എന്നിട്ട് ഇത് ചോദിച്ചില്ലെന്ന്, അതിപ്പോൾ ഒരാൾ പൈസയ്ക്ക് അത്യാവശ്യം വന്നിട്ട് വെക്കുന്നു, അല്ലെങ്കിൽ പണം വെക്കുമെന്ന് പറയുന്നത് ഇതാണ്. അങ്ങനെ വെക്കുന്നു, അല്ലെങ്കിൽ റെൻറ്റ് കൊടുക്കുന്ന വണ്ടി ആണെങ്കിൽ തന്നെ ഇവൻ കൊണ്ട് പണയം വെക്കുക. ടാക്സി വണ്ടി ആയാലും തന്നെ ഇവൻ കൊണ്ട് പണയം വെക്കും, മറിച്ച് വെക്കുക, പൊളിച്ച് വെക്കുക. ഇതാണ് ഇവൻ്റെ മെയിൻ ബിസിനസ്. ഇത് തിരിച്ച് തന്നെങ്കിലോ കാശോ അല്ലെങ്കിൽ റെൻറ്റിൻ്റെ പൈസയോ അല്ലെങ്കിൽ വണ്ടി എന്തെങ്കിലും ചോദിച്ചു തന്നാൽ തന്നെ ഇവൻ പറയുന്ന വണ്ടി കിട്ടത്തില്ല, അല്ലെങ്കിൽ വണ്ടി ഇവൻ അറിയത്തില്ല. വേറെ ആർക്കെങ്കിലും, വേറൊരു വിഷ്ണു എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ കൂടെ ഉണ്ട് പന്നിയിലുള്ള. അപ്പോൾ അവന്മാരൊക്കെ ഇതിനകത്ത് ഇങ്ങനെ നിൽക്കുന്നവരാണ്. ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. രാവിലെ ഇവിടെ DSP പറഞ്ഞായിരുന്നു സ്റ്റേഷനിൽ പോയിരിക്കാൻ പറഞ്ഞു, വണ്ടി എടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു ആണ്. ഇപ്പോൾ ഫോണെല്ലാം വിളിച്ചിട്ട് പോലീസുകാരെല്ലാം പറഞ്ഞിട്ട് സ്വിച്ച് ഓഫും കാര്യങ്ങളൊക്കെയാണ്, മുങ്ങിയതാണ്. മെയിൻ കണ്ണിയാണ്. ഈ നന്ദുവിൻ്റെ കൂടെ തന്നെ ഒരുപാട് വണ്ടി കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത്. ഇന്നത്തെ ഒരു കുറേ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയപ്പോൾ വിഷ്ണു വീണ്ടും കൂടെ തന്നെ പ്രതിയാണെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. എൻ്റെ കേസിൻ്റെ കാര്യത്തിനകത്ത് ഞങ്ങൾ FIR ഒക്കെ ഓൾറെഡി ഇട്ടാണ്. അതിപ്പോൾ ഇന്ന് റിമാൻഡാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഞങ്ങളെ ഈ കേസ് കൊടുത്ത് ഇവനെ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതേപോലെ കുറേ കേസുകളുണ്ടെന്ന് അറിയുന്നതും. ബാക്കിയുള്ളവരെല്ലാം ഇതേപോലെ വരും. മൊത്തത്തിൽ ഒരു 6 കേസ് ഇവൻ്റെ പേര് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിലവിൽ. ഒറ്റ ദിവസം കൊണ്ട് 6 കേസ്. വണ്ടി നഷ്ടപ്പെട്ടവരും വണ്ടി അല്ലാതെ ഓടാൻ കൊടുത്തവരെല്ലാം വന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. അതിലൊരു വണ്ടി റിക്കവർ ചെയ്തിട്ടുണ്ട്, ബാക്കിയെല്ലാം വണ്ടി പൊളിച്ചു വിട്ടെന്നാണ് അറിയുന്നത്. വിഷ്ണു എന്ന് പറഞ്ഞ ആളാണ് രാവിലെ ഇവിടെ വന്നു, വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഒരു പ്രതിയെ പിടിച്ചിട്ടുണ്ട്, നന്ദു എന്ന് പറഞ്ഞു. അവനാ വണ്ടി എടുത്തേക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെ രണ്ടുപേരുടെ കൂട്ടി നിർത്തി സംസാരിച്ചപ്പോൾ വിഷ്ണുവിൻ്റെ വണ്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും സ്റ്റേഷനിലോട്ട് ഇരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് ഇറങ്ങി. ഇവിടുന്ന് DSPയുടെ എടുക്കുന്ന ഓഫീസിൽ നിന്ന് ഇറങ്ങി ഇവിടെ വരെ വന്നു. ഇവിടുന്ന് ഇറങ്ങി കാറെ കയറി അവൻ പോകുമായിരുന്നു. പോലീസുകാരെ വെട്ടിച്ച് പോകുമായിരുന്നു. രാവിലെ 10:30. ആ 4:30 കഴിഞ്ഞു. അവനെ കിട്ടിയിട്ടില്ല. ഇല്ല, ആണോ? ആ, അതിൻ്റെ കോൾ റെക്കോർഡുകളും എല്ലാം ഉണ്ടല്ലോ. ഈ പന്നിവഴിയുള്ള ഞാൻ 12,000 രൂപ. 12,000 രൂപ പണയം വെച്ചതല്ല, വണ്ടി പണയം വെച്ചതല്ല, വണ്ടി ഓടാൻ വേണ്ടി കൊടുത്തതാണ്. അപ്പം അതിൻ്റെ റെൻ്റാണ് എനിക്ക് തന്ന 12,000 രൂപ. അത് ഇവൻ്റെ അക്കൗണ്ടിൽ നിന്നും അല്ല ഇട്ടേക്കുന്നത്, വേറെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഇട്ടേക്കുന്നത്. ഇപ്പോൾ 10 മാസമായിട്ട് വണ്ടിക്ക് CC അടച്ചിട്ടില്ല. എൻ്റെ സിവിൽ സ്കോറും എൻ്റെ വണ്ടിയുടെ CC കുടിശ്ശികയായിട്ട് കിടക്കുക. വണ്ടി പോയി എവിടാന്ന് പോലും അറിയത്തില്ല, ഒരു വിവരം അറിയത്തില്ല. പൊളിച്ചെന്നാ തോന്നുന്നത്. വിറ്റ് കാണും. ഇങ്ങനെ ഈ പൈസ കിട്ടാൻ വേണ്ടി ഇങ്ങനെ വണ്ടികൾ റെന്റിന് എടുക്കുന്ന വലിയ മാഫിയ തന്നെ ഇവര് വൻ റാക്കറ്റാ. നമുക്ക് പൈസ തരും, നമ്മുടെ വാഹനം വണ്ടി ഓടാൻ എടുത്തോണ്ട് പിന്നെ പൈസ ചോദിക്കാനൊക്കത്തില്ല. വണ്ടി ഭീഷണിപ്പെടുത്തുക, വണ്ടി എടുക്കാനൊക്കത്തില്ല. ഇവര് വൻ റാക്കറ്റാ. പാടാ. ഇപ്പം നമ്മൾ കേസ് DGP മുതൽ കേസ് കളിച്ച് കൊടുത്തത് കൊണ്ടാണ് നമുക്ക് ഇത്രയെങ്കിലും ഒരു തീരുമാനമായി ഇവനിവിടെ വന്നത്. യഥാർത്ഥത്തിൽ പറഞ്ഞ നന്ദു എന്ന് പറയുന്ന ആളുടെ പേരിൽ 10-21 കേസുണ്ട്. പക്ഷേ ഇത്രയും നാളായിട്ട് ഒരു അറസ്റ്റോ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഈ ഒരു കേസ് വന്നതിന് ശേഷം ഇപ്പം നിങ്ങൾ ഡയറക്റ്റ് DGPക്കായിരുന്നു ആദ്യം? അല്ല, ആദ്യം ഇവിടെ കൊടുത്തായിരുന്നു. അതിന് തീരുമാനം ഉണ്ടായില്ല. അത് വന്ന് നേരെ DGPക്ക് പോകുമായിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ ഈ നന്ദു എന്ന് പറയുന്ന ആളെങ്കിലും അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വാദികളുടെ പ്രതികരണം നമ്മൾ കേട്ടു. നമുക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളുടെ കയ്യിരിക്കുന്ന വാഹനം പണയം വെച്ചുകൊണ്ട് പണം ഈ പ്രതികളായ ആളുകൾ അല്ലെ വാദികളായ ആളുകൾ വാങ്ങുകയുണ്ടായി. വാങ്ങിയതിന് ശേഷം ഈ പണം തിരികെ കൊണ്ട് വാഹനങ്ങൾ തിരിച്ചെടുക്കാൻ ചെല്ലുമ്പോൾ ഈ പണയം വെച്ച ആളുകൾ വാഹനങ്ങൾ കൊടുക്കാത്ത ഒരവസ്ഥയുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട് വീണ്ടും നിരന്തരമായി ഇവരുമായി സംസാരിക്കപ്പെടുമ്പോൾ അവരെ ഭീഷണിപ്പെടുന്ന ഒരു തരത്തിലേക്കാണ് ഇപ്പോൾ ഈ കേസിലെ പ്രതിയായ നന്ദു ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരിച്ചത്. അപ്പോഴാണ് സ്വാഭാവികമായും തുമ്പോൺ സ്വദേശിയായ സുരേഷ് അടക്കമുള്ള ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അടൂരിൽ
പോലീസ് സ്റ്റേഷനെ സമീപിക്കുകയും അതത് പോലീസിൻ്റെ അന്വേഷണ വിധേയമായി നന്ദുവും വിഷ്ണു എന്ന 2 പ്രതികളെ പോലീസ് സ്റ്റേഷനിലേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയും അതിൽ വിഷ്ണു എന്ന പ്രതി അടൂർ DYSP ഓഫീസിൽ നിന്നും അടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഇവിടുന്ന് ഓടിപ്പോയെന്നാണ് വാദികളായ ആളുകൾ നമ്മളോട് പറഞ്ഞത്. ഈ സംഘം നിരവധിയായ വാഹനങ്ങൾ, ബൈക്കടക്കം, ടിപ്പറടക്കം, പിക്കപ്പ് അടക്കമുള്ള നിരവധിയായ വാഹനങ്ങൾ ആളുകളെ നിന്ന് പണയത്തിൽ വാങ്ങുകയും അത് പിന്നീട് മറിച്ച് വിൽക്കുകയോ അത് പൊളിച്ചു വിൽക്കുകയോ ചെയ്യുന്ന ഒരു വലിയ മാഫിയ സംഘമായി വളർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ പഴകുളത്ത് സ്വദേശിയായ നന്ദുവും വിഷ്ണുവും എന്ന 2 എന്ന വ്യക്തികൾ ഈ പറയുന്ന നിരവധിയായ ആളുകളിൽ നിന്ന് വാഹനങ്ങൾ റെൻറ്റിന് വാങ്ങിയിട്ട് പണയത്തിന് വാങ്ങിയിട്ട് അത് ഇപ്പോൾ ഓയൂരുള്ള അല്ലമീൻ എന്ന വ്യക്തിക്ക് മറിച്ചു കൊടുക്കുകയും അദ്ദേഹം മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഒരു സ്ഥിതിയുമായി ഉണ്ടായത്. ഈ വിഷയത്തിൽ ഇപ്പോൾ അടൂർ പോലീസ് സ്റ്റേഷൻ DYSPയുടെ നേതൃത്വത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 പേരെയും ചർച്ചയ്ക്ക് വെച്ച് കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴും ഈ പ്രശ്നം തീരാവുന്ന ഒരു വക്കിലേക്ക് എത്തുന്നില്ല. എന്നാൽ ഈ പ്രതികൾ പരസ്പരവിധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാന പ്രതിയായ വിഷ്ണു ഇപ്പോൾ ഒളിവിലാണ്. ഈ വിഷയത്തിൽ വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിനുള്ള മറ്റു കണ്ണികളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും ഈ വിഷയത്തിൽ അടൂർ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ അന്വേഷണം നടത്തി ഈ പ്രതികളെ, ഈ മാഫിയയെ അമർച്ച ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുന്ന പ്രതീക്ഷയിൽ അടൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ക്യാമറമാൻ ശങ്കറിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.